ഹലോ ഹായ് വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിൽ PCEET 303 എന്ന സബ്ജക്ട് കോഡുള്ള തേർഡ് സെമസ്റ്റർ ട്രിപ്പിൾ ബ്രാഞ്ചിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ്. എന്താണ് സംഭവം നോക്കാം നമുക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ DC ജനറേറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് എക്സൈറ്റേഷൻ. ക്ലാസിഫൈ ദ DC ജനറേറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു നോക്കുക. DC generators are classified into two according to the type of excitation അല്ലെങ്കിൽ method of excitation. എക്സൈറ്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് ജനറേറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, രണ്ട് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ശ്രദ്ധിക്കുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആൻഡ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റേഴ്സിൽ പിന്നെ വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. ഷണ്ട് വൗണ്ട്, സീരീസ് വൗണ്ട്, കോമ്പൗണ്ട് വൗണ്ട്. അതായത് ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ആൻഡ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് എക്സൈറ്റേഷൻ ജനറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. വാട്ട് ആർ ദേ? ഏതൊക്കെ രണ്ടെണ്ണം? ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, രണ്ട് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ക്ലിയർ? സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിനെ വീണ്ടും എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയൊന്ന് പറയൂ? ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. എന്താ ഷണ്ട് വൗണ്ട് എന്ന് വെച്ചാൽ ഷണ്ട് വൗണ്ട് ജനറേറ്റർ, സീരീസ് വൗണ്ട് ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു. കോമ്പൗണ്ട് ജനറേറ്ററിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ആൻഡ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട്. ഇതൊരു 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറേറ്ററിനെ കുറിച്ച് മാത്രമായിട്ടും ചോദിക്കാം. ഒന്നുകിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഷണ്ട് ജനറേറ്റർ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട് എന്നുള്ള ആ ഭാഗം മാത്രം എഴുതിയാലും മതി. നോക്കുക, ആദ്യത്തെ അപ്പൊ ജനറേറ്ററിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാ? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആൻഡ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നമുക്കറിയാം ജനറേറ്ററിലെ പ്രധാനമായിട്ട് രണ്ട് ഭാഗം, ആർമേച്ചർ, റോട്ടർ, സ്റ്റേറ്റർ. റോട്ടോറിലുള്ള വൈൻഡിംഗ് ആണ് ആർമേച്ചർ. ഈ കാണുന്ന സംഭവമാണ് ആർമേച്ചർ. ഈ കുണുക്ക് പോലുള്ള സംഭവമാണ് ബ്രഷ്. അപ്പൊ ഇതാണ് ആർമേച്ചർ, ഇത് ഫീൽഡ്. ആർമേച്ചർ, ഫീൽഡ്. ഇത് റോട്ടർ, ഇത് സ്റ്റേറ്റർ. ഈ സ്റ്റേറ്ററിലേക്ക് സെപ്പറേറ്റ് DC സപ്ലൈ കൊടുത്തിരിക്കുക. അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ദ പ്രോസസ് ഓഫ് ഗിവിംഗ് DC സപ്ലൈ ടു ദ ഫീൽഡ്. ഫീൽഡിലേക്ക് DC സപ്ലൈ കൊടുക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് എക്സൈറ്റേഷൻ, പുറമേന്ന് വേറെ DC സപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ളെങ്കിൽ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഇത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ. അപ്പൊ എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഗിവിംഗ് DC സപ്ലൈ ടു ദ DC ജനറേറ്റർ. DC ജനറേറ്ററിന്റെ ഫീൽഡിലേക്ക് DC സപ്ലൈ കൊടുക്കുന്ന പ്രതിഭാസമാണെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഗിവിംഗ് DC സപ്ലൈ ടു ദ ഫീൽഡ് വൈൻഡിംഗ് ഓഫ് ജനറേറ്റർ. ജനറേറ്ററിന്റെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് DC സപ്ലൈ കൊടുക്കണേനാണെന്ന് വിളിക്കുക എക്സൈറ്റേഷൻ. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് റോട്ടോർ, ഇത് സ്റ്റേറ്റർ. റോട്ടോറിലുള്ളത് ഏതാ? ആർമേച്ചർ. സ്റ്റേറ്ററിലുള്ളത് ഏതാ? ഫീൽഡ്. ഫീൽഡിലേക്ക് നമ്മൾ ഇതേ ബാറ്ററി വേറെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിനെ പറയുന്നതാണ് സെപ്പറേറ്റ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ആർമേച്ചർ വരച്ചു, ഫീൽഡ് വരച്ചു, ഫീൽഡിലേക്ക് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ കൊടുത്തു. ഈ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു റിയോസ്റ്റാറ്റ് വെച്ചു. ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു റിയോസ്റ്റാറ്റ് വെച്ചു. റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ട് കുറയ്ക്കാം, റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ട് കൂട്ടാം. ഈ ആർമേച്ചർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്. ആർമേച്ചർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്. ഇനി എന്തൊക്കെയാണ്? അപ്പൊ ഈ പടം വരച്ചു വെച്ചു. ആർമേച്ചർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്, ഫീൽഡ് ഈസ് കണക്റ്റഡ് അക്രോസ് എ സെപ്പറേറ്റ് DC സോഴ്സ്. അപ്പൊ ഇവിടെ ഈ ആർമേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ട് ആണ് ലോഡിൽ കൂടെയും പാസ് ചെയ്യാം. ആർമേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ട് ആണ് ലോഡിൽ കൂടെയും പാസ് ചെയ്യുക. അപ്പൊ ആർമേച്ചർ കറണ്ട് ഈസ് ഈക്വൽ ടു ലോഡ് കറണ്ട്. ഈക്വേഷൻ പഠിച്ചോളൂ. അടുത്തത് ഇവിടെ ഡെവലപ്പ് ചെയ്യുക. ആർമേച്ചർ കറണ്ട് ഈസ് ഈക്വൽ ടു ലോഡ് കറണ്ട്. ഇനി ടെർമിനൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു EG മൈനസ് IR. അതായത് ഈ ജനറേറ്ററിലെ ആർമേച്ചറിലാണ് EMF ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആർമേച്ചർ EMF ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എവിടെയാ? ആർമേച്ചറിൽ. അപ്പൊ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന EMF ആണ് ജനറേറ്റഡ് EMF. EG ഈസ് ഈക്വൽ ടു, നോക്കുക, ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യാം. ഈ സർക്യൂട്ട് ട്രേസ് ചെയ്യുമ്പോൾ EG ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ ലോഡ് V പ്ലസ്, പിന്നെ ഇവിടെ വരുമ്പോൾ V പ്ലസ് ഇതാ കണ്ട ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് IARA. ആർമേച്ചർ പ്ലസ് ഈ ബ്രഷിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് പ്ലസ് ബ്രഷ് ഡ്രോപ്പ്. ബ്രഷ് ഡ്രോപ്പ് നെഗ്ലിജിബിളി സ്മോൾ ആയി അത് എഴുതില്ല.
ബ്രഷ് ഡ്രോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ EG is equal to V plus IARA plus ബ്രഷ് ഡ്രോപ്പ്. ബ്രഷ് ഡ്രോപ്പ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ, അപ്പോൾ അത് നെഗ്ലക്ട് ചെയ്തു. EG is equal to V plus IARA, അതായത് V is equal to EG minus IARA. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് EGയുടെ ഇക്വേഷൻ, അപ്പോൾ അതും കിട്ടി. പവർ ഡെവലപ്ഡ്, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഇസ് ഈക്വൽ ടു ഡെവലപ്പ് ചെയ്യുന്ന EMF ഏതാ EG ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏതാ IA. അപ്പോൾ പവർ ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു EG ഇൻറ്റു IA. ഡെവലപ്ഡ് EMF ജനറേറ്റഡ് EMF, അവിടെ ഉണ്ടാകുന്ന കറണ്ട് ആർമേച്ചർ കറണ്ട്. അപ്പോൾ പവർ ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു EG ഇൻറ്റു IA. അടുത്തത് പവർ ഡെലിവേർഡ് ടു ദ ലോഡ്. ഇവിടെ ഉണ്ടാവുന്ന പവർ, ഇവിടെ കൊടുക്കുന്ന പവർ. ഡെവലപ്ഡ് പവർ മീൻസ് ഉണ്ടാകുന്ന പവർ, കൊടുക്കുന്ന പവർ, ലോഡിലേക്ക് കൊടുക്കുന്ന പവർ എത്രയാ? ലോഡിലേക്കുള്ള വോൾട്ടേജ് ഇൻറ്റു ലോഡിൽ പാസ് ചെയ്യുന്ന കറണ്ട് V ഇൻറ്റു I. ഇങ്ങനെ നോക്കിയാൽ മതി. ഡെവലപ്ഡ് പവർ മീൻസ് ഡെവലപ്പ് ചെയ്യുന്ന EMF ഏതാ EG, അതായത് വോൾട്ടേജ് ഏതാ EG. ഡെവലപ്പ് ചെയ്യുന്ന EMF അഥവാ വോൾട്ടേജ് ഏതാ EG. ആ ഡെവലപ്പ് ചെയ്യുന്ന EMF എവിടെ ഉണ്ടാവണേ? ആർമേച്ചറിൽ. അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏതാ IA. ഇനി പവർ ഡെലിവേർഡ് ടു ദ ലോഡ്, ലോഡിലേക്കുള്ള വോൾട്ടേജ് ഏതാ V, ലോഡിൽ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാ IL. സോ പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ഏതാ V ഇൻറ്റു IL. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്, ഫീൽഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ സെപ്പറേറ്റ് DC സോഴ്സ്. അപ്പോൾ ഫീൽഡിലേക്ക് DC കൊടുക്കുന്ന പ്രതിഭാസമാണ് എക്സൈറ്റേഷൻ. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. 4 ഇക്വേഷൻ പഠിക്കുക. ആർമേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ടാണ് ഞാൻ ലോഡ് കറണ്ട് IA ഈക്വൽ ടു IL. EG കണ്ടുപിടിക്കാനായിട്ട് ഈ സർക്യൂട്ട് ട്രേസ് ചെയ്യുക. V പ്ലസ് IARA പ്ലസ് ബ്രഷ് ഡ്രോപ്പ്. ബ്രഷ് ഡ്രോപ്പ് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് അവരത് എഴുതിയിട്ടില്ല. EG is equal to V plus IARA, അതായത് V is equal to EG minus IARA. ഇനി ഡെവലപ്പ് ചെയ്യുന്ന പവർ ഏതാ? EG ഇൻറ്റു IA. ഡെവലപ്പ് ചെയ്യുന്ന EMF ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന കറണ്ട്. എവിടെ EMF ഡെവലപ്പ് ചെയ്യണേ? ആർമേച്ചറിൽ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏതാ? ആർമേച്ചർ കറണ്ട്. പവർ ഡെലിവേർഡ് ടു ദ ലോഡ്, ലോഡിലേക്കുള്ള വോൾട്ടേജ് ഏതാ V, ലോഡിലേക്കുള്ള കറണ്ട് ഏതാ IL. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് പഠിച്ചു. അടുത്ത സെൽഫ് എക്സൈറ്റഡ്. കണ്ടോ, ഫീൽഡിലേക്ക് സെപ്പറേറ്റ് DC സപ്ലൈ കൊടുത്തിട്ടില്ല. ഫീൽഡിലേക്ക് സെപ്പറേറ്റ് DC സപ്ലൈ കൊടുക്കുന്നതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഫീൽഡിലേക്ക് സെപ്പറേറ്റ് DC കൊടുക്കാത്ത സെൽഫ് എക്സൈറ്റഡ്. സെൽഫ് എക്സൈറ്റഡ് തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. ഇത് ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ റോട്ടോറിലുള്ള ആർമേച്ചറും സ്റ്റേറ്ററിലുള്ള ഫീൽഡും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ലോഡ് അതിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ. ഇവിടെ അതെ, ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ. പക്ഷേ ആർമേച്ചറും ഫീൽഡും തമ്മിൽ കണക്ഷൻ ഇല്ല സെപ്പറേറ്റ്ലിയിൽ. സെൽഫില് ആർമേച്ചർ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്, അതിനൊരു ചേഞ്ചും ഇല്ല. ലോഡ് എപ്പോഴും ആർമേച്ചറിനെ അക്രോസ് ആയിട്ട്. ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറും ഫീൽഡും തമ്മിൽ പാരലാണ്. അതുകൊണ്ട് ആ ഫീൽഡ് വൈൻഡിങ്ങിന് പറയുന്ന പേര് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഈ ജനറേറ്ററിന് പറയുന്ന പേര് ഷണ്ട് ജനറേറ്റർ. അടുത്ത ഫിഗർ നോക്കൂ. സീരീസ് ജനറേറ്റർ. ആർമേച്ചറും ഫീൽഡും തമ്മിൽ സീരീസ് കണക്ഷൻ. ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ ആൻഡ് ഫീൽഡ്. ഉണ്ടോ, ഇതാണ് സീരീസ് ജനറേറ്റർ. അപ്പോൾ ലോഡ് ഈസ് ആൾവേസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ കോമ്പിനേഷൻ. ഫീൽഡും ആർമേച്ചറും തമ്മിൽ പാരലൽ ആണെങ്കിൽ ഷണ്ട് ജനറേറ്റർ. ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആണെങ്കിൽ സീരീസ് ജനറേറ്റർ. ഇനി കോമ്പൗണ്ട് ജനറേറ്റർ ആണെങ്കിൽ 2 ഫീൽഡ്. അപ്പോൾ ഷണ്ട് ജനറേറ്ററിലുള്ള ഫീൽഡ് വൈൻഡിങ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, സീരീസ് ജനറേറ്ററിലെ ഫീൽഡ് വൈൻഡിങ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. 2 വൈൻഡിങ്ങും വ്യത്യാസമാണ്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് വയർ ഫ്യൂ ടേൺസ്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് വയർ ഫ്യൂ ടേൺസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് മെനി ടേൺസ് ഓഫ് ഫൈൻ വയർ. കണ്ടോ, വേറെ സീരീസ് ഫീൽഡ് അതാണ് ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് വയർ ഫ്യൂ ടേൺസ്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫൈൻ വയർ. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് കുറവും. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫൈൻ വയർ. സീരീസ് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് വയർ ഫ്യൂ ടേൺസ്. സീരീസ് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് ഇതാണ്. സീരീസ് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് വയർ ഫ്യൂ ടേൺസ്. ഓക്കെ, അപ്പോൾ ഇതിന് ലോ റെസിസ്റ്റൻസ്, ഇതിന് ഹൈ റെസിസ്റ്റൻസ്. ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫൈൻ വയർ. സീരീസ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് വയർ ഫ്യൂ ടേൺസ്. ഇവിടെ ആർമേച്ചറും ഷണ്ട് ഫീൽഡും തമ്മിൽ പാരലല്. ഇവിടെ ആർമേച്ചറും സീരീസ് ഫീൽഡും തമ്മിൽ സീരീസ്. അതുകൊണ്ട് ജനറേറ്റർ എന്ന് പറയുന്ന പേര് സീരീസ് ജനറേറ്റർ. ദെൻ വാട്ട് അബൌട്ട് കോമ്പൗണ്ട് ജനറേറ്റർ? കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ആർമേച്ചർ സ്റ്റേറ്ററിൽ 2 ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും. ഒന്ന് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഒന്ന് സീരീസ് ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ സ്റ്റേറ്ററിൽ തന്നെ 2 ഫീൽഡ് വൈൻഡിങ് ഉള്ള ജനറേറ്ററാണ് കോമ്പൗണ്ട് ജനറേറ്റർ. ആ കോമ്പൗണ്ട് ജനറേറ്റർ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോങ് ഷണ്ട്, ഒന്ന് ഷോർട്ട് ഷണ്ട്.
ഒന്ന് ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ആർമേച്ചറും സീരീസും തമ്മിൽ സീരീസ് കണക്ഷൻ, അതിന്റെ കോമ്പിനേഷൻ ഷണ്ടിന് പാരലായിട്ട്, അതിന്റെ കോമ്പിനേഷൻ ഷണ്ടിന് പാരലൽ. പണ്ട ലോഡ് എല്ലായിടത്തും ആർമേച്ചർ കോമ്പിനേഷൻ അക്രോസ് അല്ലെങ്കിൽ പാരലൽ. ഷോർട്ട് ഷണ്ട് നോക്കിയേ, ആർമേച്ചർ ഈസ് ഷോർട്ടഡ് വിത്ത് ഷണ്ട് വൈൻഡിങ്. ആർമേച്ചറും ഷണ്ട് വൈൻഡിങ്ങും ഷോർട്ട് ചെയ്തിട്ട് ദെൻ സീരീസ് ഫീൽഡ് വൈൻഡിങ് അതിനെ സീരീസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും സീരീസ് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് സീരീസ്, എപ്പോഴും ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് പാരലൽ. ഷണ്ട് ജനറേറ്റർ മാത്രമാണെങ്കിൽ റോട്ടോറിലെ ആർമേച്ചർ, സ്റ്റേറ്ററിലെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, സീരീസ് ജനറേറ്റർ മാത്രമാണെങ്കിൽ റോട്ടോറിൽ ആർമേച്ചർ വൈൻഡിങ് തന്നെ, സ്റ്റേറ്ററിലെ സീരീസ് ഫീൽഡ് വൈൻഡിങ് മാത്രം. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ സീരീസ് കണക്ഷൻ. കോമ്പൗണ്ട് ജനറേറ്റർ ആണെങ്കിൽ രണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും സ്റ്റേറ്ററിൽ, ഷണ്ട് ഫീൽഡും ഉണ്ടായിരിക്കും, സീരീസ് ഫീൽഡും ഉണ്ടായിരിക്കും. ഷണ്ട് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, സീരീസ് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. സീരീസിന്റെ വണ്ണം കൂടിയ വയറായിരിക്കും, ഷണ്ടിന്റെ വണ്ണം കുറഞ്ഞ വയറായിരിക്കും. അതില് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് പിന്നെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഷണ്ട് ഈസ് ഷോർട്ടഡ് വിത്ത് ആർമേച്ചർ, അതാണ് ഷോർട്ട് ഷണ്ട്. അതേസമയം ആർമേച്ചറും സീരീസും തമ്മിൽ ആദ്യം കണക്ട് ചെയ്തിട്ട് അത് ഷണ്ടിന് അക്രോസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഷണ്ട് ലോങ് ആയിട്ടാണ് പറഞ്ഞത്, ഷണ്ട് ലോങ് ആയിട്ട്, അപ്പോൾ ലോങ് ഷണ്ട് കോമ്പൗണ്ട്. ഇങ്ങനെയാണ് 3 ടൈപ്പ് ജനറേറ്റർ. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് DC സപ്ലൈ ഫീൽഡിലേക്ക് കൊടുക്കില്ല. അത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എല്ലായിടത്തും കോമണാ, റോട്ടോറിൽ എല്ലായിടത്തും ആർമേച്ചർ വൈൻഡിങ്. ആ ആർമേച്ചറിന്റെ കോമ്പിനേഷൻ എപ്പോഴും ലോഡിന് അക്രോസ് ആയിട്ട്. ആ ആർമേച്ചർ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ആൾവേസ് അക്രോസ് ദ ലോഡ്. പിന്നെ സ്റ്റേറ്ററിലുള്ള ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും റോട്ടോറിലുള്ള ആർമേച്ചർ വൈൻഡിങ് തമ്മിൽ പാരലൽ കണക്ഷൻ ആണെങ്കിൽ അത് ഷണ്ട് ജനറേറ്റർ. ക്ലിയർ? റോട്ടോറിലുള്ള ആർമേച്ചർ വൈൻഡിങ്ങും സ്റ്റേറ്ററിലുള്ള ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് കണക്ഷൻ ആണെങ്കിൽ അത് സീരീസ് ജനറേറ്റർ. അപ്പൊ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഫിഗർ ഇപ്പൊ തന്നെ വരച്ചു പോകണം, കാണാതെ വരയ്ക്കുക. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് വെച്ചാൽ കോമ്പൗണ്ട് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ലോങ് ഷണ്ടും ഒന്ന് ഷോർട്ട് ഷണ്ടും. സ്റ്റേറ്ററിലുള്ള 2 ഫീൽഡ് വൈൻഡിങ്ങുകൾ, ഒന്ന് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഒന്ന് സീരീസ് ഫീൽഡ് വൈൻഡിങ്. ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിലുള്ള സീരീസ് ഫീൽഡും ആർമേച്ചറും നമ്മൾ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ആ കോമ്പിനേഷൻ ഷണ്ടിനെ ലോങ് ആയിട്ട് പാരലായിട്ട് കൊടുക്കും. അപ്പോൾ ഷണ്ട് ഇവിടെ ലോങ് ആയിട്ടായിരിക്കുന്നത്. ദെയർഫോർ ദിസ് ജനറേറ്റർ ഈസ് നോൺ ആസ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അതേസമയം ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ ഈസ് ഷോർട്ടഡ് വിത്ത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ആഫ്റ്റർ ദാറ്റ് armature is shorted with the shunt field winding. After that, series field winding is connected in series with the armature. ഇങ്ങനെ വരുന്ന കണക്ഷൻ ആണ് എന്ന് പറയുന്നത് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. എപ്പോഴും ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ കോമ്പിനേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ കോമ്പിനേഷൻ. ഓക്കെ, in this case also load is connected across the armature combination. Here there is no connection between armature and field. Here armature and field are parallel, appo shunt generator. Here armature and field are series, appo series generator. Compound ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ലോങ് ഷണ്ട്, ഒന്ന് ഷോർട്ട് ഷണ്ട്. ലോങ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചറും സീരീസ് ഫീൽഡും തമ്മിൽ ആദ്യം കണക്ട് ചെയ്യും. ദാറ്റ് കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ഷണ്ട് ഫീൽഡ്. അതിന് പറയുന്ന പേരാണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട്. ക്ലിയർ? അതേസമയം ആർമേച്ചർ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിട്ട് ആദ്യം കണക്ട് ചെയ്യും. ആ കോമ്പിനേഷൻ സീരീസിനെ സീരീസ് ആയിട്ട്, മറ്റേ ഫീൽഡ് വൈൻഡിങ് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതാണ് ഷോർട്ട് ഷണ്ട്. ഇതിന് പേര് വരാൻ കാരണം ആർമേച്ചർ ഈസ് ഷോർട്ടഡ് വിത്ത് ഷണ്ട്. ആഫ്റ്റർ ദാറ്റ് സീരീസ് ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ സീരീസ് വിത്ത് ദിസ് കോമ്പിനേഷൻ. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഇനി ഇതിന്റെ ഇക്വേഷൻസ് പറയുകയാണെങ്കിൽ ഇവിടെ IA is equal to, ഇവിടെ വെച്ചിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ലോഡിൽ കൂടെയും പോവും, ഒന്ന് ഫീൽഡിൽ കൂടെയും പോവും. അപ്പൊ IA is equal to IL plus ISH. ISH ആണ് അല്ലെങ്കിൽ IF, ഷണ്ട് ഫീൽഡ് കറണ്ട്. ISH or IF, ചിലർ ISH എന്ന് പറയും, ചിലർ IF എന്ന് പറയും. അപ്പോൾ IA is equal to IL plus ISH. ISH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? V by RSH. ISH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V by RSH. അപ്പൊ ഇത് ആർമേച്ചർ കറണ്ടുകളുടെ ഇക്വേഷൻ രണ്ടും ഒന്നായിട്ട് എടുത്തു. ഇനി സീരീസില് കറണ്ടുകൾ ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും ഒക്കെ സെയിം ആ, രണ്ടും സീരീസ് ആ. ഇവിടെ 2 ഇക്വേഷൻ വരാൻ കാരണം ആർമേച്ചറും ഫീൽഡും തമ്മിൽ പാരലൽ. അപ്പൊ IA is equal to IL plus ISH ആണ്. അപ്പൊ ISH is equal to ഈ വോൾട്ടേജ് ഇവിടേക്കും വരും. ഈ വോൾട്ടേജ് ഇവിടേക്ക് വരുമ്പോൾ V divided by RSH. അപ്പൊ 2 ഇക്വേഷൻ വേണം. ആർമേച്ചർ കറണ്ട് ആൻഡ് ഷണ്ട് ഫീൽഡ് കറണ്ട് ആർ ഡിഫറെന്റ്. ഇവിടെ ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും സെയിം ആ, സീരീസാ. അപ്പൊ ഒറ്റ ഇക്വേഷൻ മതി. IA is equal to ISC is equal to IL. ISC സീരീസ് ഫീൽഡ് കറണ്ട് ആണ് ISC എന്ന് പറയുന്നത് കേട്ടോ.
IA is equal to ISC is equal to load current. ഓക്കെ, അടുത്തത് പിന്നെ അടുത്തല്ലേ IA is equal to, ഇവിടെ നോക്കൂ, IA is equal to ISC, IA is equal to ISC is equal to ISH plus IL. ബൈ ഹാർട്ട് പഠിക്കരുത്, പടം വരച്ചിട്ട് കാണാതെ എഴുതാം. കാരണം ഇവിടെ കറണ്ട് വരുമ്പോൾ IA is equal to ISC, ശരിയല്ലേ? IA is equal to ISC is equal to IL plus ISH. IA is equal to ISC is equal to IL plus ISH. ഇവിടെ അതെ ISH is equal to V by RSH. ISH is equal to V. ഈ വോൾട്ടേജിന് ഇവിടെ വരും. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇവിടെ IA is equal to, ഇവിടെ വെച്ചിട്ടാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുക, ശരിയല്ലേ? ഇവിടെ വെച്ചിട്ട് കറണ്ട് IA is equal to ISH plus ISC, ISH plus ISC, ISC is equal to IL. ഇതെല്ലാം കൂടി ബൈ ഹാർട്ട് പഠിക്കാൻ നിന്നാൽ ഒന്നും നടക്കില്ല. നിങ്ങൾ പടം മനസ്സിലാക്കുക, ഫിഗർ വരയ്ക്കുക, ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഒന്ന് പറഞ്ഞ ഇവിടെ വെച്ചിട്ട് IA is equal to, എവിടെ വെച്ചിട്ടാണ് കറണ്ട് സ്പ്ലിറ്റ് ആവണേ? ഈ പോയിന്റിൽ വെച്ചിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ IA is equal to ISH plus ISC, ISC is equal to IL. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി, IA is equal to ISH plus ISC or IL because ISC and IL are equal. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടാണ് കറണ്ടുകളുടെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ ഇനി എല്ലായിടത്തും പവർ ഡെവലപ്മെന്റ് ഇക്വേഷൻ നോക്കിക്കോളൂ. എവിടെയാ പവർ ഡെവലപ്പ് ചെയ്യണേ? ആർമേച്ചറിൽ. എവിടെയാണ് പവർ ഡെവലപ്പ് ചെയ്യുന്നത്? ആർമേച്ചറിൽ. അപ്പോൾ ആർമേച്ചറിലുള്ള EMF അഥവാ വോൾട്ടേജ് എന്താ? EG. ആർമേച്ചറിലുള്ള കറണ്ട് ഏതാ? IA. അപ്പോൾ എല്ലായിടത്തും നോക്കിക്കോളൂ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് PG is equal to EG into IA. പവർ ഡെവലപ്ഡ് PG is equal to EG into IA. പവർ ഡെവലപ്ഡ് PG is equal to EG into IA. എല്ലായിടത്തും അതെ പവർ ഡെവലപ്ഡിന്റെ ഇക്വേഷൻ കോമൺ ആണ്. ഓക്കെ, പവർ ഡെവലപ്ഡ് is equal to, അപ്പോൾ ഈ ഇക്വേഷൻ എല്ലായിടത്തും കോമൺ ആണ്. എവിടെയാ പവർ ഡെവലപ്പ് ചെയ്യുന്നത്? ആർമേച്ചറിൽ. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ സെൽഫിൽ തന്നെ മൂന്നെണ്ണുണ്ട്, ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ. എല്ലാത്തിലും ഡെവലപ്ഡ് പവർ is equal to EG into IA. എവിടെയാണ് പവർ ഡെവലപ്പ് ചെയ്യുന്നത്? ആർമേച്ചറിൽ. അവിടെ ഉണ്ടാവുന്ന EMF ഏതാ? EG. അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏതാ? IA. ദെൻ പവർ ഡെലിവേർഡ് ടു ദ ലോഡ്, അതും എല്ലായിടത്തും കോമൺ ആണ്. ലോഡിലേക്കുള്ള വോൾട്ടേജ് ഏതാ? V. ലോഡിലേക്കുള്ള കറണ്ട് ഏതാ? IL. അപ്പോൾ ലാസ്റ്റത്തെ രണ്ട് ഇക്വേഷൻ എല്ലാത്തിലും കോമൺ, വേറെ സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റത്തെ രണ്ട് ഇക്വേഷൻ എല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, പവർ ഡെലിവേർഡ് 4 സെപ്പറേറ്റ് എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡിലെ ഷണ്ടിലും സീരീസിലും കോമ്പൗണ്ടിലും അവസാനത്തെ രണ്ട് ഇക്വേഷൻസ് കോമൺ ആണ്. പവർ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാ? ആർമേച്ചറിൽ. അവിടെ ഉണ്ടാവുന്ന EMF EG, അവിടെ ഉണ്ടാവുന്ന കറണ്ട് IA. അപ്പോൾ പഠിച്ചോ, PG is equal to, പറഞ്ഞ എല്ലാവരും കൂടിയിട്ട് PG is equal to എന്താ വരിക? EG into IA. ഇനി പവർ ഡെലിവേർഡ് ടു ദ ലോഡ് is equal to എന്താ വരിക? ലോഡിലേക്കുള്ള വോൾട്ടേജ് ഏതാ? V. ലോഡ് കറണ്ട് ഏതാ? IL. PD is equal to V into IL. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു. ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ, കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഇനി EMF ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ എല്ലാത്തിലും. EMF ഇക്വേഷൻ ഇവിടെ എങ്ങനെ നോക്കുക? EGയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഈ ലോഡിന്റെ ഈ സർക്യൂട്ടിൽ ട്രേസ് ചെയ്യുക. EG എന്ന് നമുക്ക് എന്ത് കിട്ടും? V കിട്ടും. അപ്പോൾ EG എങ്ങനെയാ? ഇവിടെ ഞാൻ എഴുതാൻ പോകട്ടെ. EG is equal to V പ്ലസ്, ഇങ്ങനെ പോരുമ്പോൾ ബ്രഷ് ഡ്രോപ്പ് അത് നെഗ്ലിജിബിളി സ്മോൾ, അതുകൊണ്ട് എടുത്തില്ല, പ്ലസ് ആർമേച്ചർ ഡ്രോപ്പ്. EG is equal to V plus IARA. ഈ സർക്യൂട്ടാണ് ട്രേസ് ചെയ്യേണ്ടത്. ഇതന്നെയാണ് ഞാൻ സെപ്പറേറ്റ്ലിയിലും ട്രേസ് ചെയ്തത്. EG is equal to ഈ സർക്യൂട്ട് ട്രേസ് ചെയ്യുക. V പ്ലസ് IARA പ്ലസ് ബ്രഷ് ഡ്രോപ്പ് വേണ്ട. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അതേ ഇക്വേഷനാണ് സെൽഫ് എക്സൈറ്റഡിൽ. EG is equal to V plus IARA. ഇനി സീരീസിൽ ഇത് കിട്ടാനായിട്ട് EG is equal to ഈ സർക്യൂട്ട് ട്രേസ് ചെയ്യുക. എന്തൊക്കെയാണുള്ളത്? V പ്ലസ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ, V പ്ലസ് ഇതൊരു സാധനം ഉണ്ട്, V പ്ലസ് ISC RSC. V പ്ലസ് ISC RSC, സീരീസ് ഫീൽഡിന് SC എന്നാണ് നൊട്ടേഷൻ കേട്ടോ. V പ്ലസ് ISC RSC പ്ലസ് IARA. ബ്രഷ് ഡ്രോപ്പ് ഇവിടെ എടുത്തില്ല. EG is equal to V പ്ലസ് ISC RSC പ്ലസ് IARA. ഇതിൽ നിന്ന് വിയുടെ ഇക്വേഷൻ എഴുതാം. V is equal to EG മൈനസ് IARA മൈനസ് ISC RSC. എപ്പോഴും എല്ലാവരും EGയുടെ ഇക്വേഷൻ പഠിച്ചാൽ മതി. EGയുടെ ഇക്വേഷൻ V എടുത്ത് എഴുതാം. അടുത്തല്ലോ ഇവിടെ EGയുടെ ഇക്വേഷൻ നോക്കിക്കോളൂ. ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യുക. EG is equal to പറഞ്ഞോ, EG is equal to V പ്ലസ്, പിന്നെ ഇങ്ങനെ വരുമ്പോൾ സീരീസിന്റെ ISC RSC പ്ലസ് IARA പ്ലസ് ബ്രഷ് ഡ്രോപ്പ് എടുക്കേണ്ട കാര്യമില്ല, അത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഓക്കെ, അതിൽ നിന്ന് V is equal to EG മൈനസ് ISC RSC മൈനസ് IARA. ക്ലിയർ? അടുത്തതില് ഇവിടെ അതെ ഈ ഒരു സർക്യൂട്ട് ട്രേസ് ചെയ്യുക. ഷോർട്ട് ഷണ്ടിലും EG is equal to പറഞ്ഞോളൂ V പ്ലസ്, EG is equal to V പ്ലസ് ISC RSC പ്ലസ് IARA. V പ്ലസ് ISC RSC പ്ലസ് IARA. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും സെയിമാ. അതായത്
ലോങ് ഷണ്ടിലും അതെ, ഷോർട്ട് ഷണ്ടിലും അതെ, സീരീസിലും അതെ, ഈ ഇക്വേഷൻ കോമൺ ആ. ഷണ്ടില് ഈ പറയുന്ന ISC RSC ഇല്ല. ഷണ്ടിൽ ഏത് വൈൻഡിങ് മാത്രമേ ഉള്ളൂ? ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. സീരീസിൽ ഏത് വൈൻഡിങ് മാത്രമേ ഉള്ളൂ? സീരീസ് ഫീൽഡ് വൈൻഡിങ്. കോമ്പൗണ്ടിൽ എത്ര ഫീൽഡ് വൈൻഡിങ് ഉണ്ട്? ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ പവർ ഡെലിവേർഡ് ടു ദ ലോഡും അതുപോലെ തന്നെ പവർ ഡെവലപ്ഡും എല്ലാ ജനറേറ്ററിലും കോമൺ. EG ഇക്വേഷൻസ് ലോങ് ഷണ്ടിലും ഷോർട്ട് ഷണ്ടിലും അതുപോലെ തന്നെ സീരീസ് ജനറേറ്ററിലും കോമൺ. അതേസമയം EGയുടെ ഇക്വേഷൻ ഷണ്ട് ജനറേറ്ററിലും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിലും കോമൺ. അപ്പോൾ ആദ്യത്തെ രണ്ട് ജനറേറ്ററുകളിൽ സെപ്പറേറ്റിലും സെൽഫ് എക്സൈറ്റഡ് ഷണ്ടിലും EGയുടെ ഇക്വേഷൻ കോമൺ. അവസാനത്തെ 3 ജനറേറ്ററിലും EGയുടെ ഇക്വേഷൻ കോമൺ. പവർ ഡെലിവേർഡ് ടു ദ ലോഡും പവർ ഡെവലപ്ഡും എല്ലാ ജനറേറ്ററിലും കോമൺ. ഓക്കെ, കറണ്ടുകളുടെ മാത്രം ഇവിടെ മനസ്സിലാക്കി പഠിക്കാം. IA is equal to IL. ബൈഹാർട്ട് പഠിക്കരുതാരും. ഇവിടെ IA is equal to IL plus ISH. ഇവിടെ IA is equal to ISC is equal to IL. ഇവിടെ IA is equal to ISC is equal to ISH plus IL. ഇവിടെ IA is equal to ISH plus ISC അല്ലെങ്കിൽ ISH plus IL because ISC and IL are equal. അപ്പോൾ പവർ ഡെവലപ്ഡ്, പവർ ഡെലിവേർഡ്, EG, കറണ്ട്, അങ്ങനെ 4 ടൈപ്സ് ഓഫ് ഇക്വേഷൻസ്. അത് ബൈഹാർട്ട് പഠിച്ചാൽ ഒന്നും ഓർമ്മ നിൽക്കില്ല. ബൈഹാർട്ട് പഠിക്കാതെ ഫിഗർ മനസ്സിലാക്കുക, ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഫിഗർ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജനറേറ്റർ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഷണ്ട് ജനറേറ്റർ എന്താണ്, സീരീസ് ജനറേറ്റർ എന്താണ്, കോമ്പൗണ്ട് എന്താണ്, കോമ്പൗണ്ടിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലോങ് ഷണ്ട് കോമ്പൗണ്ട് എന്താണ്, ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് എന്താണ്. ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അതിന്റെ ആദ്യം ഫിഗർ വരയ്ക്കുക. ആ ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷണ്ട് ജനറേറ്റർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആർമേച്ചർ വരച്ചു, പിന്നെ ഏതാ വരയ്ക്കുക? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചു, പാരലലായിട്ട് വരച്ചു, ദെൻ ലോഡ് അതിനെ ക്രോസ് ആയിട്ട് കൊടുക്കുക. ഈ മെത്തേഡിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി സീരീസ് വരയ്ക്കാൻ പറഞ്ഞാലോ, ആദ്യം ആർമേച്ചർ വരച്ചു, പിന്നെ സീരീസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡിന് സീരീസ് ആയിട്ട് വരച്ചു, പിന്നെ എന്താ കൊടുക്കണ്ടേ? ലോഡ് കൊടുക്കുക. കണ്ടോ, അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ വരയ്ക്കാൻ പറഞ്ഞാലോ ഇതേപോലെ തന്നെ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര വൈൻഡിങ് വരയ്ക്കണം? ഷണ്ട് ഫീൽഡും വരയ്ക്കണം, സീരീസ് ഫീൽഡും വരയ്ക്കണം. ഇക്വേഷൻസ് ആരും ബൈഹാർട്ട് ചെയ്യരുത്. പവർ ഡെലിവേർഡും പവർ ഡെവലപ്ഡും എല്ലാത്തിലും കോമൺ. EG ആദ്യത്തെ 2 ജനറേറ്ററിൽ കോമൺ, EG അവസാനത്തെ 3 കോമൺ. കറണ്ടിന്റെ ഇക്വേഷൻസ് ആണ് സർക്യൂട്ട് നോക്കി വരയ്ക്കേണ്ടത്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് എപ്പോഴും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് എപ്പോഴും റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതെങ്കിലും ഒരു ജനറേറ്ററിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ചോദിക്കാം. മൊത്തം ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 7 മാർക്കിൻ്റെയോ ഈവൺ 9 മാർക്കിൻ്റെയോ ആയിട്ട് ചോദിക്കാം. ഐ തിങ്ക് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ. താങ്ക് യു.